സൂര്യമംഗലത്തെ രക്തമാണ് അനാമികയെന്നും അതുകൊണ്ട് അവളെ തന്നെ കെട്ടണമെന്നും അവളുടെ തന്ത. അതല്ല നിന്നെ കെട്ടണമെന്നും നിന്റെ തന്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഋഷികേശം മരങ്ങോടൻ. ഒടുവിലൊരു തീരുമാനമെടുത്തു. കാരണവരുടെ സപ്തതി ആഘോഷത്തിന് രണ്ടുപേരും നൃത്തം ചെയ്യട്ടെ, ജയിക്കുന്നവർ എന്നെ കെട്ടട്ടെ എന്ന്. അവളാണെങ്കിൽ നൃത്തവും സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുവല്ലോ നിനക്കറിയാവോ? അറിയാം. ഓ പിന്നെ ആ ഓണം കേറാ മൂലയെ കിടക്കുന്ന നീ എന്ത് നൃത്തം ചെയ്യാനാ? ഇത് ആദിവാസി നൃത്തമൊന്നുമല്ല, ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെയാ. കൈമുദ്രകൾ കാണാ പാഠമാണ് അവൾക്ക്. നാട്യശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചിരിക്കുക. മതി. നൃത്തത്തിൽ ഏത് മുദ്രയാ ഗൗരിക്ക് അറിയേണ്ടത്? പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരിമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, ശുഗതാളം. എന്റെ അമ്മേ, ഇനി നാട്യശാസ്ത്രം അറിയണോ? കൈ എത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം. മതി മതി. എന്റെ അമ്മോ, നീ ഒരു കലക്ക് കലക്ക് എന്റെ മോളെ. എന്റെ പൊന്ന് മണ്ടൂകി, അവളെ യക്ഷിയാണെന്ന് തെളിയിക്കാൻ ഞാൻ പെടുന്ന പാട് നിനക്കറിയരുതോ? നിനക്ക് ഹൃദയമൊന്നൊന്നില്ലേ? എനിക്ക് വട്ടാണെന്ന് കരുതിയല്ലേ ആരും എന്നെ വിശ്വസിക്കാത്ത? സമ്മതിച്ചല്ലോ. അതുകൊണ്ട് വട്ടില്ലാത്ത ഒരുത്തനെ നിന്നെ പിടിച്ചേൽപ്പിച്ചിട്ട് അവളെ യക്ഷിയാണെന്ന് തെളിയിച്ചാലേ എനിക്കിനി രക്ഷയുള്ളൂ. ഒന്ന് സഹകരിക്കണം. എന്ത് സഹകരിക്കാനാടോ? അല്ല, സഹകരിച്ചാലല്ലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. എന്തോ എന്താ നിന്റെ അടുത്തല്ലടാ ശ്രീമന്തിന് കനകാമ്പരപ്പൂ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞേ? അതെ. അകത്തൊരുത്തി അണിഞ്ഞൊരുങ്ങുന്നത് കണ്ടോ? അവള് രമ്പയാണെങ്കിലേ എന്റെ മോള് മേനകയാവണം. പോയി വാങ്ങിച്ചോണ്ട് പോടാ. രമ്പയല്ല മേനകയല്ല, ഫിലോമിനെ വരെ ഞാൻ ആക്കി തരും. ഈ ലുങ്കി ഒന്ന് മാറ്റിട്ട് പാന്റ് ഒന്ന് എടുത്തോട്ടെ. വേഗം വേണം ചെല്ലേ. ആ അല്ല, കനകാംബരമാണോ നീലാംബരമാണോ? ഓ കനകാംബരം. എന്നാ കാശിതാ. താനെന്താ ഇവിടെ? ഞാൻ തന്നെ അന്വേഷിച്ചു വന്ന പൂ വാങ്ങണം. അതെനിക്കറിയാം. ആ പാറ്റ് വേണ്ട, ഇത് അതെന്താ? ചേരില്ല. ഇതാണ് മാച്ച് ലേറ്റസ്റ്റ്. ഇതെന്തൊരു ശബ്ദം? അതെ, ഞാൻ ഏമ്പക്കം വിട്ടതാ. ഏമ്പക്കം വിട്ട തവളയുടെ ശബ്ദം. അതെ, ഈ ദിവ്യ ജീവിയായിട്ടുള്ള സഹവാസം കൊണ്ട് എനിക്ക് അങ്ങനെ അനുഗ്രഹിക്കും. ഓ കഷ്ടം. ഏത് പൂവാ വാങ്ങിക്കാൻ പോകുന്നത്? കനകാംബരം. അനാമിക ചൂടുന്ന മുല്ലപ്പൂവല്ലേ? അപ്പൊ സീമന്തിനി മുല്ലപ്പൂവല്ലേ ചൂടൂ? എന്നോട് പറഞ്ഞത് കനകാംബരം വാങ്ങാനാ. എന്തിനാ സംശയിക്കുന്നത്? സീമന്തിനോട് പോയി ചോദിക്കേ. എന്താ പിന്നെ ഒരു ശബ്ദം കേട്ടത്? ഞാൻ ചുമച്ചതാ. ഒന്നുകൂടി ചുമച്ചേ. തന്റെ ജീവിതം തവള നക്കി. കരയല്ലേ കരയല്ലേ. സീമന്തിരി പൂവല്ലേ വാങ്ങാൻ പറഞ്ഞത്? അല്ലടോ, മുല്ലപ്പൂ. സീമന്തിനോട് പോയി ചോദിക്കേ. കനകാംബരമാണോ മുല്ലപ്പൂവാണോ? കനകാംബരമാണ്. ഇതെന്താ ഈ വെള്ളസാരിയാണോ ഡാൻസിന്റെ ഡ്രസ്? അപ്പൊ മുല്ലപ്പൂ ആയിരിക്കും. അനാമിക വെക്കുന്നത് മുല്ലപ്പൂവാ, അതുകൊണ്ട് സീമന്തിന്റെ മുല്ലപ്പൂ തന്നെ ആയിരിക്കും. അതോ കനകാംബരമാണോ? എന്നോട് പറഞ്ഞത് കനകാംബരം എന്നാണ്. അതോ മുല്ലപ്പൂവോ? കനകാംബരം. എന്താ ഇതില് ഋഷികേശൻ തിരുമേനി വീഴും. ഋഷികേശൻ തിരുമേനി സന്തോഷം എന്തിനെ? തമ്പുരാന്റെ മകൾ നൃത്ത മത്സരത്തിൽ ഒന്നാമതായി വിജയശ്രീലാതെ എന്റെ സന്തോഷം. ഞാനല്ലേ സന്തോഷിക്കേണ്ടത്? നിങ്ങൾ സന്തോഷിക്കുന്നത് എന്തിനാ? ആ സന്തോഷം ഞങ്ങളെയും കൂടെ സന്തോഷമല്ലേ? സന്തോഷത്തിൽ പങ്കുചേർന്ന് തമ്പുരാന്റെ മകൾക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമ്മാനം തിരുമേനിയുടെ തൃക്കൈ കൊണ്ട് നേരിട്ട് കൊടുത്താട്ടെ. എന്താ ഇത്? തവണകളായി അടച്ചു തീർത്തോളാവുന്ന കരാറിൽ വാങ്ങിയ കല്ല് വെച്ച് ഒരു നെക്ലേസ് ആണ്. ഇത് അവിടെ ചെന്ന് തുറന്നാ മതി. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മിടുക്കിയാ നീ, മിടുമിടുക്കി. 1000 പൂർണ്ണചന്ദ്രന്മാരെ ഒരുമിച്ച് കണ്ട സംതൃപ്തിയാ എനിക്കിപ്പോ. ഗൗരീദാസന്റെ വേളിപ്പെണ്ണായ നീയാ ഇനി സൂര്യമംഗലത്തെ പുതിയ അവകാശി. മോളെ ശ്രീമന്തിരി, മോളെ മോൾക്ക് എന്താ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അവൾക്ക് സംശയം ജനിക്കാത്ത വിധം ഗൗരിദാസനെ എങ്ങനെയെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മറ്റാരും ഇത് അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അവൾ ആരെയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അയാൾക്ക് മാത്രമേ ഇനി ജീവഹാനി ഉണ്ടാവൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഉപദ്രവിക്കാൻ പോണത് തന്നെയാണ്. എന്നെയോ? എന്തിന്? ചതിച്ചു ബന്ധിച്ചതിന്റെ പ്രതികാരമായിട്ട് ബ്രഹ്മദത്തിന് പിറക്കുന്ന പുത്രനെ പ്രാപിച്ചു കൊല്ലുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ താനാണ് ഇനി അവളുടെ അടുത്ത ഇര. അയ്യോ തിരുമേനി, ധൈര്യം കൈവടിയല്ല വേണ്ടത്. ഇതിലെന്താണാവോ പ്രതിവിധി? മന്ത്രം കൊണ്ട് ഇനി സാധ്യമല്ല തീർച്ച. തന്ത്രം കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ. ഗൗരിദാസനിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സൂര്യമംഗലത്തെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പും തന്റെ കയ്യിലുള്ള ചിലമ്പും രണ്ടും കൊണ്ട് വേണം അവളെ തളയ്ക്കാൻ. ഇക്കാര്യം ഗൗരിദാസനോട് ബോധ്യമാകണ്ടേ?
വേളിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുക അവിടെ. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. പട്ടതിരിപ്പാട് തന്നെ നേരിട്ട് വന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നാ എനിക്ക് തോന്നണേ. വരായിരുന്നു, പക്ഷെ അമ്മ മരിച്ചതിന്റെ ബാലായമുണ്ട് എനിക്ക്. ഇന്നില്ലത്തെന്ന് പുറപ്പെട്ടുകൂടാ, അതാ ശാസ്ത്രം. നാളെ പുലരുമ്പോ ഞാനങ്ങ് എത്താം. നേരം വെളുക്കുന്നത് വരെ എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ? എവിടെ പോയാലും തനിക്ക് രക്ഷ ഉണ്ടാവില്ല. ഗൗരിദാസിനെ അവള് കൊല്ലില്ല. സൂര്യമംഗലം മന തന്നെയാണ് ഇനി രക്ഷ. അങ്ങോട്ടേക്ക് പോയിക്കോളൂ. തന്ത്രവിധി ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. ഭട്ടതിരിപ്പാട് നേരിട്ട് മനയിലേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്? അതെ, സീമന്തിരിയുടെ തലമുടി പറിച്ചെടുക്കാൻ പറഞ്ഞ എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അത് പട്ടതിരിക്ക് തിരിപ്പലുണ്ടാക്കി വിൽക്കാനായിരിക്കും. ഗുരുദോഷം പറയാതെ. അതുകൊണ്ട് വിശേഷാൽ പൂജ വല്ലതും നടത്താനുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ പറിച്ചെടുക്കും? മുടിയുടെ കാര്യമല്ലേ, അത് പേടിക്കണ്ട. മുടിയുടെ കാര്യം ഞാൻ ഏറ്റു. ശരി. എനിക്കതല്ല, ഇവന്റെ ലൈഫിന്റെ കാര്യം ആലോചിക്കുന്ന പേടി. അയ്യോ വാമനേട്ടാ, എന്നെ അവള് കൊല്ലുവോ? അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു. അതൊരു പ്രശ്നമേ അല്ല. അല്ല വാമന, യക്ഷികൾ സാധാരണ മനുഷ്യരെ എങ്ങനെയാ കൊല്ലുന്നേ? അയ്യോ, തിരുവനിക്കറിയില്ലേ? ഇല്ല. ഇരയെ കൈ കിട്ടിയാൽ ഉടൻ ഈ ദംഷ്ടകൾ രണ്ടും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊരവള്ളിക്ക് ഇങ്ങനെ കടിച്ച് പിടിച്ച് ചോര സർബത്ത് കുടിക്കുന്ന പോലെ ഇങ്ങനെ ഉറിഞ്ച് ഉറിഞ്ച് കുടിക്കും. അയ്യോ, അപ്പൊ എന്റെ കഴുത്തിൽ കടി വീഴാതിരിക്കാൻ എന്ത് ചെയ്യും? കഴുത്തിൽ കടിവിടാതിരിക്കാനല്ലേ, അതിനും മാർഗമുണ്ട്. അത് ഞാൻ ഏറ്റു. അപ്പൊ മുടിയുടെയും കടിയുടെയും കാര്യം നീ ഏറ്റു. ഏറ്റല്ലോ? ഏറ്റു. സീമന്തിരിയുടെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഇപ്പൊ വരും. അല്ലെ ഋഷി എന്നോട് പോയി കിടക്കുക. ആർക്കറിയാം? അതല്ലെങ്കിലും അങ്ങനെ ആവശ്യത്തിന് ഒരിക്കലും ആളെ കിട്ടില്ലല്ലോ. ഇനിയുള്ള നീക്കങ്ങൾ വളരെ കരുതലോടെ ആയിരിക്കണം. വേളി മുഹൂർത്തത്തിന് ഇനി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇനിയും മുടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാരണവശാലും സീമന്തിനെ സംശയിക്കരുത്. ആദ്യം ഗൗരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതാണ് അത്യാവശ്യം. അച്ഛനാണെന്നല്ലേ അവൾ തിരുമേനിയെ കരുതിയിരിക്കുന്നത്. പോയി ഒരു ഉമ്മയും കൊടുത്ത് മുടിയും പറിച്ചെടുത്തോണ്ട് വാ. ഞാനില്ല, ഞാനില്ല. അയ്യപ്പ കുട്ടിയാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. കൈവിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഗൗരിയെ കണ്ട് കാര്യം. അയ്യോ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. എന്താ കഴുത്തിന് എന്ത് പറ്റി? അത് പിന്നെ ചോര. വെറുതെ നിന്ന് ഒരു കവുങ്ങ് മരം കട ഒഴുകി കഴുത്തി വീണു. അപ്പൊ തന്നെ കാപ്പ് വിട്ടു. അയങ്ങാ കൊലപാത്രന്റെ മുഖത്ത് അടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിന് പൂട്ടെന്തിനാ? ഇവരുടെയൊക്കെ ആവുമ്പോ പെട്ടെന്ന് തുറക്കാലോ. ഇതാവുമ്പോ താക്കോലുണ്ടെങ്കിലല്ലേ തുറന്ന് കൊരനാവളിലേക്ക് എങ്ങനെ? നിങ്ങൾ വന്നേ, മോൾ അച്ഛന്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുക. എന്താ അവരൊക്കെ പോയേ? അവരൊക്കെ പൊയ്ക്കോട്ടെ, എനിക്ക് എന്റെ അച്ഛനെ മതി. എത്ര നേരം ഞാൻ അച്ഛനു വേണ്ടി കാത്തിരിക്കാന്നറിയോ? തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് അച്ഛനോട്. ഗൗരിക്ക് വേണ്ടിയുള്ള എന്റെ ഈ കാത്തിരിപ്പ് സാധ്യമായത് അച്ഛൻ കാരണമല്ലേ? അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്താ? എനിക്കറിയില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഒരു അക്ഷരം വേണ്ടിയ രണ്ടിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. ഗൗരി, ഞാൻ പറയുന്നു കേക്ക്. യക്ഷി മണ്ണാങ്കട്ട, ഇത്രയും കാലം ആ വാമനാണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നത്. അത് പിന്നെ വട്ടാണെന്ന് പറയാം. പക്ഷേ നിന്റെ ഈ കുരുട്ട് ബുദ്ധി അത് എനിക്കറിഞ്ഞൂടെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അടിച്ച് പുറത്താക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ സത്യം പറയട്ടെ, നമ്മൾ രണ്ടുപേരും ഒരു തന്തയാണ് മക്കളാ. എങ്ങനെ എങ്ങനെ? അതേടാ, എന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനും. അതെന്ന് എടാ മാണിക്ക, കള്ളം മാണിക്ക. എന്നാ മറ്റൊരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ശിവകാമി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുമില്ല, അവർക്ക് അങ്ങനെ ഒരു മകളുമില്ല. എന്റെ സീമന്തിനെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ഞാൻ കളിച്ച ഒരു നാടകം. അയ്യോ, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. അറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ആണ്ടിപ്പെട്ടിയുടെ വേഷം കിട്ടിയ നീ അവളെ മകളായിട്ട് സ്വീകരിച്ചത്. ഞാൻ കടകം വെട്ടിയപ്പോ നീ ഓതിരം വെട്ടി. ആ പാവം ഋഷികേശനെ കുപ്പിയിലാക്കി ഇവിടെ ഉള്ളതെല്ലാം കൈക്കലാക്കി സ്ഥലം വിടാമെന്ന് കരുതി. ഇപ്പൊ സീമന്തിനിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ അവകാശം സ്ഥാപിക്കുന്നുണ്ടപ്പോ പുതിയ പൂഴിക്കടവനായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? എടാ മാണിക്ക, പൂനൂലിട്ട പൂജാരിയാണെങ്കിലും വക്രബുദ്ധിയിൽ നിന്നെക്കാൾ മുന്നിലാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ അയ്യപ്പൻകുട്ടിയോട് ചോദിച്ചു. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ പോയി അയ്യപ്പൻകുട്ടിയോട് ചോദിക്ക്, അവൻ പറയും സത്യാവസ്ഥ. നിന്റെ വലിയ അടുത്ത ചങ്ങാതിയല്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല.
ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവന് ചെറിയൊരു കണ്ണുകടി പോയി. എന്റെ ദൈവമേ, പട്ടറിൽ പൊട്ടലിൽ നിന്നാണ് ചൊല്ലി ഇവൻ മുഴുവൻ പൊട്ടലായി പോയല്ലോ. പൊട്ടൻ നിന്റെ തന്ത. എന്റെ തന്ത ബ്രഹ്മത്തം നമ്പൂരിനെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ തന്തയാ. ഈ കല്യാണം കൊണ്ട് നിനക്കൊരു നഷ്ടമില്ല, നേട്ടമുള്ളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ കാര്യം എന്തുവാ? ഞാനൊന്ന് പറയട്ടെ ഗൗരി, അവളെ കെട്ടാൻ പോണ നീയാണെങ്കിലും പണി കിട്ടാൻ പോണത് ഇവനാ. തെമ്മാടിത്തരം പറയുന്ന ഇതിലെന്താ ഇത്ര തെമ്മാടിത്തരം? അല്ല, നമ്മൾ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ആരായാലും അടിച്ചു പോകും. എനിക്ക് പേടിയാ. എനിക്കതറിയാം, നിന്റെ ചങ്കിടിപ്പ് ഞാൻ കേൾക്കുന്നുണ്ട്. അതകത്ത് അരിയിരിക്കുന്ന ശബ്ദമാ. എന്റെ ഈശ്വര, അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റുപോയല്ല. സത്യത്തിൽ എനിക്ക് പേടിയാ. ഭട്ടതിരി പറഞ്ഞ ഓർമ്മയില്ലേ, അവളുടെ ലക്ഷ്യം ആരാണോ അവരെ ഉപദ്രവിക്കുന്നു. പട്ടതിരിക്ക് അങ്ങനെയൊക്കെ പറയാ. നട്ടം തിരിയുന്ന ഞാൻ. എങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരെയും കൊന്നോട്ടെ. രണ്ടുപേരെ കൊന്നാ ഞാനും ചാവൂല്ലേ? എങ്കിൽ ആദ്യം എന്നെ കൊന്നോട്ടെ. ഏത് മുടിഞ്ഞ നേരത്താണാവോ ഞാൻ കയറി ഏറ്റത്? മുടി പറിച്ചെടുക്കുന്നത് വരെ എന്റെ കൂടെ നിക്കണേ. വടശ്ശേരി വാമനൻ കൂടുണ്ടോ? പിഴുതോണം. ആരും ഈ പരിസരത്ത് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പോയി പറിക്കാം. പോയി പറിക്കടാ. മോൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ? മുഹൂർത്താവാറായി. വാ മോളെ. വെട്ടിലെവിടെ? മേശയിലുണ്ട്. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ എന്റെ അമ്മ. ഞാൻ വരുന്നു. എനിക്കൊന്ന് പറയാനുണ്ട്. അനുമതി കേൾക്കണം. വേണ്ട, മാപ്പ് പറയാനുള്ള തയ്യാറെടുപ്പാവും. സൂര്യമംഗലത്തെ അവകാശമല്ലേ ഇനി വേണ്ടു. അത് തരാനുള്ള അധികാരമുണ്ട് എനിക്ക്. എന്നാലും ബ്രഹ്മദേശത്തേക്ക് പോകും മുമ്പ് ഞാനൊരു വാക്ക് തന്നിരുന്നു. മടങ്ങി എത്തുമ്പോ അവകാശം സ്ഥാപിക്കാനുള്ള ചിലമ്പെടുത്ത് തരാവുന്ന. അതിനാ കാണണമെന്ന് പറഞ്ഞത്. ഇത് നാമജപവും കരച്ചിലും കൂടി മിക്സ് ചെയ്യരുത്. പിരിയും. യക്ഷി അവനെ തട്ടാതിരിക്കാൻ ദേ ഓം, വിശുദ്ധ കുരിശ്, ചന്ദ്രകല, ഇതെല്ലാം ഈ വാമനേട്ട സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു മക്കളെ. ഈ സെറ്റപ്പ് എങ്ങാനും പോലും എന്റെ പണിക്കുറ്റം തീർന്ന എന്റെ അമ്മക്കാരുണ്ട്. എനിക്കൊരു ഇരുമ്പാന് തരുമോ? ഒന്ന് പിടിച്ചിരിക്കാനാ. ആനയും വേണ്ട. ഞങ്ങളുടെയൊക്കെ ശവത്തിൽ ചവിട്ടിട്ട് അവള് മാനിയിൽ ആനയും കൊണ്ട് പോവും. ദാഹിച്ചു മോഹിച്ചൊരു മോളുണ്ടായപ്പോ അതൊരു യക്ഷിയായി തീർന്നല്ലോ ഭഗവാന്. ചോരകുടിയിൽ ഒരു കാരണം സ്വന്തം തന്തേരെ കഴുത്തി തന്നെയാവൂ. തിരുമേനി തലക്കലൊരു കുരിച്ചിരിക്കുമ്പോ ഞാനോ? ആ കുരിച്ചിരിക്കുമ്പോ എന്തിനാ പേടിക്കണം? എന്റെ പൊന്നു വാമന, നീ ആ തവളയുടെ പിന്നാലെ ചാടി ചാടി നടക്കണുണ്ട്. എല്ലാവരും കൂടി നിന്നെ പൊട്ടനാക്കി വട്ടനാക്കി, ഈ ആണ്ടിപ്പെട്ടി ഉൾപ്പെടെയുള്ളവ. എന്നിട്ടിപ്പോ കണ്ടില്ലേ പെട്ടിയിലായതുപോലെ കിടക്കണത്. ആണ്ടിപ്പെട്ടിയിലെ ആണ്ടിയെ പെട്ടി തട്ടിക്കൂട്ടി അതിനകത്താക്കേണ്ട ഗതി വരുത്തരുതേ എന്നാണ് വടശ്ശേരി വാമനന്റെ പ്രാർത്ഥന. അതാരാ? ഈ ശുദ്ധ ബ്രാഹ്മണൻ നാവടക്ക് നാമം ജപിക്കുക. എന്താ ഇത്? ഒരു നാണമില്ലാതെ. ഓ പിന്നെ നാണിച്ചു കുണുങ്ങി കുത്തിയിരിക്കാനല്ലേ ഈ പെടാപ്പാടക്കപ്പെട്ട് നിന്നെ സ്വന്തമാക്കിയത്. ദാ. എന്താ ഇത്? പാല്. ഓ മുഴുവൻ കുടിച്ചോ? അതെ, നാലുചുറ്റും കല്യാണ മുടക്കികൾ ഓടി നടക്കുകയല്ലേ. നിന്നെ കൈവിട്ട് പോകാതിരിക്കാൻ ചില്ലറ നെട്ടോട്ടമാണ് ഓടിയത്. അതിന്റെ ദാഹ നേരെ ഒന്ന് വെളുത്തോട്ട്.
ഈ കല്യാണം മുടക്കാൻ കൊതിച്ചോന്മാർക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏയ് വേണ്ട, ഗൗരി ഒന്നും ചെയ്യണ്ട. ഗൗരിയേക്കാളേറെ ഈ നിമിഷത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊതിച്ചത് ഞാനാ. അത് മുടക്കാൻ ഇറങ്ങിയവർക്ക് ഞാൻ കൊടുത്തോളാം. നീയോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്, കണ്ടോ? ഞാൻ പോയി നോക്കാം. തിരുമേനി ആരും തുറക്കട്ടെ, ഇത് അവള് തന്നെ. വേലുച്ചാമി. അതെ, വേലുച്ചാമി തന്നെയാ തിരുമേനി. മാണിക്കനെ കൊല്ലാനല്ല യക്ഷി പുനർജനിച്ചിരിക്കുന്നത്. ഗൗരിദാസൻ അവളുടെ ലക്ഷ്യം.